എവരിവൺ, സിമ്പിൾ പി സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ SCERT ചാപ്റ്റർ 10th ചാപ്റ്റേഴ്സാണ് പഠിച്ചത്. സോഷ്യൽ സ്റ്റഡീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ സയൻസിലെ 7ാം ക്ലാസ്സിലെ സയൻസിലെ 2ാമത്തെ പാഠമായ ആസിഡുകളും ബേസുകളും എന്നതാണ് പഠിക്കുന്നത്. സോഷ്യൽ സ്റ്റഡീസ് ബാക്കി ക്ലാസ്സുകൾ വരും കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് ചെറുതായിട്ട് സയൻസ് ഒന്ന് തുടങ്ങാം. അപ്പോൾ 7ാം ക്ലാസ് മുതലുള്ള സയൻസ് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ് നമുക്ക് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് 7ാം ക്ലാസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി 5-6 ക്ലാസ്സുകളുടേത് നമുക്ക് ഒരൊറ്റ ക്ലാസ്സായിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ എടുത്തൊന്ന് പഠിക്കുകയും ചെയ്യാം. അപ്പം നോക്കിക്കേ, പാഠത്തിൻ്റെ പേര് ആസിഡും ബേസുകളും. ഇതിൽ ഒരു ശാസ്ത്ര കിറ്റ് എന്താണെന്ന് തന്നിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് അറിയാം, ശാസ്ത്ര പരീക്ഷണങ്ങൾ ചെയ്യാൻ ആവശ്യമായ പലവിധ സാമഗ്രികളും അടങ്ങിയ കിറ്റാണ് ശാസ്ത്ര കിറ്റ് എന്ന് പറയുന്നത്. ഇതിന് ശേഷം നമുക്ക് ലിറ്റ്മസ് പേപ്പർ എന്താണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് ലിറ്റ്മസ് പേപ്പർ? മരങ്ങളിലും പാറകളിലും മറ്റും പറ്റിപ്പിടിച്ച് വളരുന്ന സസ്യവിഭാഗമായ ചിലയിനം ലൈക്കണുകളുടെ സത്തിൽ നിന്നും നിർമ്മിക്കുന്ന ചായമാണ് ലിറ്റ്മസ്. ഇത് നിറം മാറ്റം വഴി പദാർത്ഥങ്ങളുടെ സ്വഭാവം തിരിച്ചറിയാൻ സഹായിക്കുന്നു. ലൈക്കണുകളുടെ സത്ത് കടലാസിൽ പുരട്ടി ലിറ്റ്മസ് പേപ്പർ വെള്ളത്തിൽ ലയിപ്പിച്ച് ലിറ്റ്മസ് ലായനിയും ഉണ്ടാക്കുന്നു. നീല, ചുവപ്പ് നിറങ്ങളിൽ ലിറ്റ്മസ് പേപ്പറുകൾ ലായനികളും സ്കൂൾ ലബോറട്ടറികളിൽ ലഭ്യമാണ്, അല്ലേ? നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഒരു പിക്ചറിൽ കുട്ടികൾ ലിറ്റ്മസ് പേപ്പർ വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ പിക്ചർ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ആസിഡും ബേസും. എന്താണ് ആസിഡും ബേസുകളും? ആസിഡുകളും ബേസുകളും. അപ്പം നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ആസിഡുകളാണ്. അപ്പം നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ എന്താണ്? അവ ആസിഡുകളാണ്. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങൾ ബേസുകളാണ്. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് ബേസുകളാണ്. ഇത് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കുന്ന പദാർത്ഥങ്ങൾ ആസിഡ്, അതുപോലെ തന്നെ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥം ബേസുകൾ. ഓക്കെ, ഇവിടെ അടുത്തതായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് സൂചകങ്ങൾ എന്നതാണ്. നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. നിറമാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. അപ്പോൾ ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത് എന്താണ്? അതൊരു സൂചകമാണ്, അല്ലേ? ലിറ്റ്മസ് പേപ്പർ എന്ത് ചെയ്യുന്നു? ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചാണ് നമ്മൾ ആസിഡും ബേസും തിരിച്ചറിയുന്നത്. ആസിഡുകൾ ലിറ്റ്മസ് പേപ്പറിൽ ചുവപ്പാകും, ബേസ് ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കും. ഇനി ഇവിടെ നോക്കിക്കേ, സാർവിക ലായകം എന്ന് പറഞ്ഞിട്ട് സാർവിക സൂചകം എന്ന് തന്നിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. സാർവിക സൂചകം ഒരേ സമയം ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് സാർവിക സൂചകം. പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതമാണിത്. ഇതിൻ്റെ ഏതാനും തുള്ളി ആസിഡുകളിലോ ബേസുകളിലോ ചേർക്കുമ്പോൾ അവയുടെ സ്വഭാവം തീവ്രതയും അനുസരിച്ച് പല നിറങ്ങൾ ലഭിക്കുന്നു. കുപ്പിക്ക് പുറത്തുള്ള കളർ ചാർട്ടുമായി താരതമ്യം ചെയ്ത് ദ്രാവകത്തിൻ്റെ സ്വഭാവവും തീവ്രതയും നമുക്ക് കണ്ടെത്താനാകും. അപ്പോൾ ഈ ആസിഡുകളുടെയും ബേസുകളുടെയും രുചി പറഞ്ഞിട്ടുണ്ട് ഇവിടെ. എല്ലാ ആസിഡുകൾക്കും പുളി രുചിയാണ് ഉള്ളത്. എല്ലാ ആസിഡുകൾക്കും എന്ത് രുചിയാണ്? പുളി രുചിയാണ് ഉള്ളത്. എന്നാൽ എല്ലാ ബേസുകൾക്കും കാരരുചിയാണ് ഉള്ളത്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. നെല്ലിക്കയിലും ആസിഡ്. നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, അല്ലേ? നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്നത് ഏതാ വിറ്റാമിനാണ്? വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി എന്നത് അസ്കോർബിക് ആസിഡാണ്. വൈറ്റമിൻ സിയുടെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ്. ഇതിൻ്റെ സാന്നിധ്യമാണ് നെല്ലിക്കയ്ക്ക് പുളിരുചി നൽകുന്നത്. അപ്പോൾ നെല്ലിക്കയ്ക്ക് പുളിരുചി നൽകുന്നത് വൈറ്റമിൻ സി, അസ്കോർബിക് ആസിഡിൻ്റെ സാന്നിധ്യമാണ്. ഇനി നമുക്കിവിടെ ഒരു ബോക്സിൽ ഭക്ഷ്യവസ്തുക്കളും അവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡും തന്നിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പല PSC ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, പ്രിലിംസ് ആയിക്കോട്ടെ, മെയിൻസ് ആയിക്കോട്ടെ, ഈ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. മോര്, തൈര്, ലാക്റ്റിക് ആസിഡ്. അപ്പം മോരിലും തൈരിലും ഏത് ആസിഡാണ്?
ലാക്റ്റിക് ആസിഡ്. മോരിലും തൈരിലും ലാക്റ്റിക് ആസിഡാണ് അടങ്ങിയിരിക്കുന്നത്. വിനാഗിരി അസറ്റിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡാണ്. നാരങ്ങ സിട്രിക് ആസിഡ്. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡ്. വാളൻപുളി ടാർട്ടാറിക് ആസിഡ്. വാളൻപുളി ടാർട്ടാറിക് ആസിഡ്. ആപ്പിളിൽ ഏതാണ്? മാലിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് മാലിക് ആസിഡ്. ആപ്പിളിൽ ഏത് ആസിഡ് അടങ്ങിയിരിക്കുന്നു? മാലിക് ആസിഡ്. അതുപോലെ തന്നെ നെല്ലിക്ക അസ്കോർബിക് ആസിഡ്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസ്കോർബിക് ആസിഡ്. തക്കാളി ഓക്സാലിക് ആസിഡ്. തക്കാളിയിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? ഓക്സാലിക് ആസിഡാണ് അടങ്ങിയിരിക്കുന്നത്. ഈ മോര്, തൈര്, അതുപോലെ ആപ്പിള്, നെല്ലിക്കയൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. മോരോ, തൈര് ലാക്റ്റിക് ആസിഡ്, വിനാഗിരി അസറ്റിക് ആസിഡ്, നാരങ്ങ സിട്രിക് ആസിഡ്, വാളൻ പുളി ഏതാണ്? ടാർട്ടാറിക് ആസിഡ്, ആപ്പിൾ മാലിക് ആസിഡ്, നെല്ലിക്ക അസ്കോർബിക് ആസിഡ്, തക്കാളി ഓക്സാലിക് ആസിഡ്. പാല് തൈരാകുമ്പോൾ നമുക്കറിയാം അല്ലേ, പാല് നമ്മൾ തൈരാക്കും. നമുക്ക് പാല് വീട്ടിൽ ഉറയൊക്കെ ഒഴിച്ച് വെച്ച് നമ്മൾ തൈരാക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ഈ ഒരു പുളിരുചി വരും. പാല് തൈരാകുമ്പോൾ അതിന് തൈരാകുമ്പോൾ അതിനെങ്ങനെയാണ് ഈ പുളിരുചി വരുന്നത്? ആസിഡ് ഉള്ളതുകൊണ്ടല്ലേ പുളിരുചി വരുന്നത്. അപ്പോൾ പാലിനെ തൈരാക്കി മാറ്റാൻ തിളപ്പിച്ചാറിയ പാലിൽ നമ്മൾ എന്ത് ചെയ്യും? അല്പം തൈരൊഴിക്കും. തൈരിൽ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ചേർക്കുന്ന പാലിലേക്ക് ചേർക്കുന്ന തൈരിൽ ലാക്ടോബാസിലസ്, നമ്മൾ ഈ ചേർക്കുന്ന തൈരിൽ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയ കാരണമാണ് എന്ത് വരുന്നത്? നമ്മളുടെ പാല് തൈരായിട്ട് മാറുന്നത്. ഈ പാലിൽ നിന്നും പോഷണം നടത്തുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡാണ് തൈരിന് പുളിരുചി നൽകുന്നത്. അപ്പോൾ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ ഉള്ള തൈര് നമ്മൾ പാലിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്ത് നടക്കുന്നു? അവിടെ ഒരു പ്രവർത്തനം നടക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് അവിടെ ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യുന്നു. അപ്പോൾ തൈരിന് പുളിരുചി നൽകുന്നത് എന്താണ്? ലാക്റ്റിക് ആസിഡാണ്. ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയ ആസിഡുകൾ വീര്യം കുറഞ്ഞവയാണ്. എന്നാൽ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന പല ആസിഡുകളും ബേസുകളും വീര്യം കൂടിയവയാണ്. ആസിഡുകളും അതിൻ്റെ ബേസുകളും എന്നൊരു ബോക്സ് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ചുണ്ണാമ്പ്, നൈട്രിക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് സോഡ. ആസിഡുകളും ബേസുകളും ഒരു ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്. ആസിഡുകൾ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ്. അടുത്ത ബേസുകൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ചുണ്ണാമ്പ്, സോഡിയം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് സോഡ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് പൊട്ടാഷ് എന്നിവയാണ്. ഉറുമ്പ് കടിക്കുമ്പോൾ ഉറുമ്പിൻ്റെ ശരീരത്തിൽ ഫോർമിക് ആസിഡ് ഉണ്ട്. ഉറുമ്പിൻ്റെ ശരീരത്തിൽ ആസിഡ് ഏതാണ്? ഫോർമിക് ആസിഡ്. ഉറുമ്പ് കടിക്കുമ്പോൾ ഈ ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇത് ശരീരകോശങ്ങളുമായി പ്രവർത്തിക്കുന്നതാണ് ഉറുമ്പ് കടിക്കുമ്പോഴുള്ള വേദനയ്ക്ക് കാരണം. അപ്പോൾ ഉറുമ്പ് കടിക്കുമ്പോഴുള്ള വേദനയ്ക്ക് കാരണം എന്താണ്? ഈ ഫോർമിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കയറി അത് ശരീരകോശങ്ങളുമായി പ്രവർത്തിക്കുന്നത് മൂലമാണ് നമുക്ക് ഉറുമ്പ് കടിക്കുമ്പോൾ വേദന അനുഭവപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിനുള്ളിലും ആസിഡുകൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നോക്കാം. നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ ദഹനത്തെ സഹായിക്കാനായി ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിക്കപ്പെടുന്നു. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എവിടെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ആമാശയത്തിൽ. തിരിച്ചു ചോദിക്കാം. ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ചിലരിൽ ഇതിൻ്റെ ഉൽപ്പാദനം കൂടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് അസിഡിറ്റി. അപ്പോൾ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രവർത്തനം കൂടുതലായിട്ട് നടക്കുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? അസിഡിറ്റി ആയിട്ട് മാറുന്നു. ആമാശയത്തിനുള്ളിലെ നീറ്റൽ, നെഞ്ചരിച്ചിൽ, പുളിച്ചു തികിട്ടൽ, മലബന്ധം എന്നിവ അസിഡിറ്റിയുടെ ലക്ഷണങ്ങളാണ്. ആസിഡിനെ നിർവീര്യമാക്കുന്ന ആൻറ്റാസിഡുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളാണ് ഡോക്ടർമാർ ഇതിനായി പരിഹാരമായി നിർദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കുള്ള ക്വസ്റ്റ്യൻ എന്താ? ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു? ആമാശയത്തിൽ. ഇനി ഇവിടെ നമുക്ക് ഹൈഡ്രജനെ കുറിച്ചൊന്ന് പഠിക്കാം. ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ. അപ്പോൾ ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജൻ. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? അത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ വളരെ ഭാരം കുറഞ്ഞ വാതകമായതിനാൽ ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ ഉയർന്നു പൊങ്ങുന്നു. അപ്പം ഉയർന്നു പൊങ്ങുന്ന ബലൂണുകൾ എന്ത് നിറച്ചിരിക്കുന്നവയാണ്? ഹൈഡ്രജൻ നിറച്ചിരിക്കുന്നു. റോക്കറ്റുകളിൽ ഇന്ധനവുമായി ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. ഹൈഡ്രജൻ
ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളും ഇന്ന് നിലവിലുണ്ട്. 2023 സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ പരീക്ഷണാർത്ഥം ഒരു ഹൈഡ്രജൻ ബസ് നിരത്തിലിറത്തിയിരുന്നു. അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൈഡ്രജൻ ബസ് ഓടിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണ്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതാണ് ഹൈഡ്രജൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ഹൈഡ്രജൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താ? ജലം ഉൽപ്പാദിപ്പിക്കുന്നു. ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ ജലമുണ്ടാകും. ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ജലമുണ്ടാകുന്നു. ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആക്കാൻ സാധിക്കും. ഭാവിയുടെ ഊർജ്ജ വാഗ്ദാനമാണ് ഹൈഡ്രജൻ. അപ്പോൾ ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് എന്താണ്? അത് ഹൈഡ്രജനാണ്. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ആസിഡ് ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ജലം എന്നാണ്. അതുപോലെ തന്നെ ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജനാണ്. ചില ബേസുകളുടെ ഉപയോഗങ്ങളാണ് ഈ ബോക്സിൽ തന്നിരിക്കുന്നത്. കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ഗ്ലാസ് നിർമ്മാണം, മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാൻ. അപ്പം കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഗ്ലാസ് നിർമ്മാണത്തിനും മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാനും. സോഡിയം ഹൈഡ്രോക്സൈഡ്, സോപ്പ്, പേപ്പർ, റയോൺ എന്നിവ ഉണ്ടാക്കാൻ. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സോപ്പ്, പേപ്പർ, റയോൺ എന്നിവ ഉണ്ടാക്കാൻ. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാനാണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ. അലുമിനിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഇവ ഉപയോഗിക്കുന്നത് മരുന്നുകളിലാണ്. അലുമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ഉപയോഗിക്കുന്നത് മരുന്നുകളിലാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പ്രധാനമായും PSC പരീക്ഷകളിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ബോക്സുകളെല്ലാം തന്നെ നമ്മൾ നല്ലപോലെ പഠിക്കണം. ഇതിൽ നിന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. താങ്ക് യു ഓൾ.